ഓം ശാന്തി. 24/7/69 ബിന്ദു രൂപ की प्रैक्टिस. बिंदु रूपത്തിൻ്റെ प्रैक्टिस. मीठे मीठे बच्चे किसके सामने बैठे हो और क्या होकर बैठे हो. മധുരമധുരമായ കുട്ടികൾ ആരുടെ മുന്നിലാണിരിക്കുന്നത്, എന്തായിട്ടാണിരിക്കുന്നത്? बाप तो तुम बच्चों को बिंदी रूप बनाने आए. ബാബ കുട്ടികളാകുന്ന നിങ്ങളെ ബിന്ദു രൂപമാക്കുന്നതിനാണ് വന്നത്. മേ ആത്മാ ബിന്ദു രൂപവും, ഞാൻ ആത്മാവ് ബിന്ദു രൂപമാകുന്നു. बिंदी कितनी छोटी होती हैं और बाप भी कितना छोटा है. बिंदी എത്ര ചെറുതാണ്, ബാവയും എത്ര ചെറുതാണ്. इतनी छोटी सी बात भी तुम बच्चों की बुद्धि में नहीं आती है. ഇത്രയും ചെറിയ കാര്യം പോലും കുട്ടികളുടെ ബുദ്ധിയിൽ വരുന്നില്ലല്ലോ. बाप तो बच्चों के सामने ही है, दूर नहीं. ബാബ കുട്ടികളുടെ മുന്നിൽ തന്നെയാണ്, ദൂരെയല്ല. दूर हुई चीज़ को भूल जाते हो. ദൂരെ ആയിട്ടുള്ള വസ്തുക്കളെ മറന്നു പോകുന്നു. जो चीज़ सामने ही रहती हैं उस चीज़ को भूलना यह तुम बच्चों को तो शोभा नहीं देता है. ഏതൊന്നാണോ നിങ്ങളുടെ മുന്നിൽ തന്നെയുള്ളത് ആ വസ്തുവിനെ മറക്കുക, ഇത് കുട്ടികളാകുന്ന നിങ്ങൾക്ക് ഒട്ടും ശോഭനീയമല്ല. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, ഞാൻ ദൂരെയൊന്നുമല്ല. ഇത്രയും അടുത്തുള്ള എന്നെ നിങ്ങൾ മറക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊട്ടും ശോഭനീയമല്ല എന്ന് ബാബ നമ്മളോട് പറയുകയാണ്. ബച്ചേ, അഗർ ബിന്ദി കോ ഹി ഭൂൽ ജായെങ്കെ തോ ബോലോ കിസ് ആധാർ പർ ചലേങ്കെ. ബാബ വിളിക്കുകയാണ്, മക്കളെ, അഥവാ ബിന്ദുവിനെ തന്നെ നിങ്ങൾ മറക്കുകയാണെങ്കിൽ പറയൂ, ഏത് ആധാരത്തിൽ പിന്നെ നിങ്ങൾ നടക്കും? ആത്മാ കെ ഹി തോ ആധാർ സെ ശരീർ ഭി ചലത്താ ഹെ. ആത്മാവിൻ്റെ ആധാരത്തിൽ തന്നെയാണ് ശരീരവും നടക്കുന്നത്. മേ ആത്മാ ഹൂം, യഹ് നശ ഹോന ചാഹിയെ കി മേ ബിന്ദു ബിന്ദു കി ഹി സന്താൻ ഹൂം. ഞാൻ ആത്മാവാണ്, ഈ ലഹരി ഉണ്ടായിരിക്കണം, ഞാൻ ബിന്ദു ബിന്ദുവിൻ്റെ തന്നെ സന്താനമാകുന്നു. സന്താൻ കഹനെ സെ ഹി സ്നേഹമേ ആ ജാത്തെ ഹെ. സന്താനം എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിലേക്ക് വരുന്നു. तो आज तुम बच्चों को बिंदु रूप में स्थित होने की प्रैक्टिस कराएं. ഇന്ന് കുട്ടികളെ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യിക്കട്ടെ. मैं आत्मा हूँ, इसमें तो भूलने की ही आवश्यकता नहीं रहती है. ഞാൻ ആത്മാവാണ്, ഇത് മറക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. जैसे मुझ बाप को भूलने की ज़रूरत पड़ती है. ബാബ ചോദിക്കും, എന്നെ മറക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? हाँ, परिचय देने के लिए तो ज़रूर बोलना पड़ता है कि मेरा नाम, मेरा रूप, गुण, कर्तव्य क्या है और मैं फिर कब आता हूँ, किस तन में आता हूँ. ബാബ പറയണ, എൻ്റെ പരിചയം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ പറയേണ്ടി വരും. ശിവബാബയുടെ പേരെന്താണ്, രൂപം എന്താണ്, ഗുണം, കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഞാൻ എപ്പോഴാണ് സൃഷ്ടിയിൽ വരുന്നത്, ഏത് ശരീരത്തിലാണ് ഞാൻ വരുന്നത്, ഇതെല്ലാം കുട്ടികൾക്ക് പരിചയം കൊടുക്കേണ്ട സമയത്ത് പറയേണ്ടി വരും. തും ബച്ചോं को ही अपना परिचय देता हूँ. ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ പരിചയം തരുന്നുണ്ട്. तो क्या बाप अपने परिचय को भूल जाते हैं. അപ്പം ഞാൻ എൻ്റെ പരിചയം മറക്കാറുണ്ടോ? बच्चे उस स्थिति में एक सेकंड भी नहीं रह सकते हैं. കുട്ടികൾക്ക് ഒരു സെക്കൻഡ് പോലും ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. तो क्या अपने नाम रूप देश को भी भूल जाते हैं. അപ്പോൾ എന്താണ്, തൻ്റെ നാമവും രൂപവും ദേശത്തെയും മറക്കുകയാണോ? यह पहली पहली बात है जो कि तुम सभी को बताते हो कि मैं आत्मा हूँ न कि शरीर.
അപ്പോൾ ഇത് ആദ്യത്തെ കാര്യമാണ്. നിങ്ങളിതെല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ആത്മാവാണ്, അല്ലാതെ ശരീരമല്ല. ജബ് ആത്മാ ഹോക്കർ ബിഠാത്തെ ഹോ തബി ഉनको फिर ശരീർ भी भूलता है. എപ്പോഴാണോ ആത്മാവാണെന്നുള്ള നിശ്ചയത്തിലിരുത്തുന്നത് അപ്പോഴാണല്ലോ അവരവരുടെ ശരീരവും മറക്കുന്നത്. അഗർ ആത്മാ ഹോക്കർ नहीं बिठाते तो क्या फिर देह सहित देह के सभी संबंध भूल जाते. ആത്മാവെന്നുള്ള ഓർമ്മയിൽ അവരെ ഇരുത്തുന്നില്ല എങ്കിൽ ദേഹവും ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ്വ സംബന്ധങ്ങളെ മറക്കുമോ? जब उनको भूलाते हो तो क्या अपने शरीर से न्यारा होकर जो न्यारा बाप हैं उनकी याद में नहीं बैठ सकते हो. ബാബു ചോദിക്കുകയാണ്, നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആത്മാവാണ്. അപ്പോൾ അവർ ആത്മബോധത്തിലിരിക്കുന്നുണ്ട്, അർത്ഥം ശരീരത്തെ മറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശരീരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ കഴിയുന്നില്ല? ബാബ നമ്മളോട് ചോദിക്കുകയാണ്, ബിന്ദുരൂപ സ്ഥിതിയിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾക്ക് എന്നെ മറക്കേണ്ടത് വളരെ ആവശ്യമാണോ? എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ ആത്മാവ് ബിന്ദുരൂപമാണ്. ഈ ഓർമ്മയില്ല എങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ശരീരം നടക്കുന്നതും ആത്മാവിൻ്റെ ആധാരത്തിലാണല്ലോ. ആത്മാവിൻ്റെ അച്ഛനെ മറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാബ നമ്മളോട് നമ്മുടെ മറവിയെക്കുറിച്ച് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മൾ എത്രമാത്രം ആത്മസ്ഥിതിയിൽ വരേണ്ട സമയമാണിത്. അതിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ട സമയമാണ്. എത്രമാത്രം വേറിട്ട സ്ഥിതിയുടെ അനുഭവം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ആ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ബാബ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. अब सब बच्चे अपने को आत्मा समझकर बैठो. ഇപ്പോൾ എല്ലാ കുട്ടികളും ആത്മാവാണെന്ന് മനസ്സിലാക്കിയിരിക്കും. സാമനെ കിസ്കോ ദേഖെ. ബാബ ചോദിക്കുക, മുന്നിൽ ആരെയാണ് കാണേണ്ടത്? ആത്മാവും കെ ബാപ്പ്, ആത്മാക്കളുടെ അച്ഛനെയാണ് മുന്നിൽ കാണേണ്ടത്. ഇസ് സ്ഥിതി മേ രഹനെ സെ വ്യക്ത സെ ന്യാരെ ഹോക്കർ അവ്യക്ത സ്ഥിതി മേ രഹ സക്കേംഗെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ വ്യക്തത്തിൽ നിന്നും വേറിട്ട് അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കാൻ കഴിയും. മേ ആത്മാ ബിന്ദുരൂപവും, ഞാൻ ആത്മാവ് ബിന്ദുരൂപമാണ്. ക്യാ യഹ് യാദ് നഹി ആത്താ ഹെ. ബാബ ചോദിക്കും, ഇതെന്താ ഓർമ്മ വരുന്നില്ലേ? ബിന്ദുരൂപ് ഹോക്കർ ബൈഠന നഹി ആത്ത. ബിന്ദുരൂപത്തിലിരിക്കാൻ അറിയില്ലേ? ഐസേ ഹി അഭ്യാസ് കോ बढ़ाते जाओगे तो एक सेकंड तो क्या कितने ही घंटे इसी अवस्था में स्थित होकर इस रस का अनुभव ले सकते हो. ബാബ ചോദിക്കുകയാണ്, ഈ അഭ്യാസത്തെ കുട്ടികൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് അല്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഈ അനുഭവത്തിൻ്റെ രസം എടുക്കാൻ കഴിയും. ഇവിടെ ബാബ ബിന്ദുരൂപ സ്ഥിതിയുടെ പ്രാക്ടീസ് എത്രമാത്രം അത്യാവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതിനു വേണ്ടി തന്നെയാണ്. ആത്മബോധത്തിലേക്ക് തിരിച്ചു വരാനും ആത്മീയ ഗുണങ്ങളിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ജീവിതം തിരഞ്ഞെടുത്തത്. അതിലൂടെ തന്നെ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിനും. പക്ഷേ സേവനത്തിൻ്റെ ഫീൽഡിൽ നമ്മൾ അക്കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുകയും ബാബ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബിന്ദുരൂപ സ്ഥിതിയിലേക്ക് ആത്മീയ സ്വരൂപത്തിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ അഭാവം വളരെയധികം സേവനത്തിലും നമ്മുടെ സ്വസ്ഥിതിയിലും നമ്മൾ കണ്ടുവരികയാണ്. അപ്പം അതുകൊണ്ട് ഈ മുരളി ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ട സമയമാണ്. അത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഈ മുരളി കേൾക്കുകയും അതാത് സമയത്ത് നമ്മൾ അഭ്യസിക്കുകയും ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ ബാബയുടെ ആശീർവാദം നമുക്ക് വളരെയധികം കിട്ടിക്കൊണ്ടിരിക്കും. ബിന്ദു ഹോക്കർ ബൈഠന കോയി ജഡാവസ്ഥ നഹി ഹെ. ബിന്ദുവായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ജഡാവസ്ഥയൊന്നുമല്ല. ജൈസെ ബീജ് മേ സാരാ പേട് സമായാ ഹുവാ ഹെ വൈസേ ഹി മുझ ആത്മാ മേ ബാപ് കി യാദ് സമായി ഹുയി ഹെ. ഏതുപോലെ ബീജത്തിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുന്നു, അതേപോലെ ആത്മാവാകുന്ന എന്നിൽ ബാബയുടെ ഓർമ്മ അടങ്ങിയിരിക്കുകയാണ്. ഐസെ ഹോക്കർ ബൈഠനെ സെ सब रचनाएं आएंगी और साथ ही यह भी नशा होगा कि हम किसके सामने बैठे. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എല്ലാ രസങ്ങളുടെയും അനുഭവം ചെയ്യും. അതേപോലെ ഈ ലഹരി ഉണ്ടാകും, ഞാൻ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഞാൻ ബിന്ദുരൂപ സ്ഥിതി ചെയ്യുകയും ആ സ്ഥിതിയിൽ ബാബയുടെ ഓർമ്മ അങ്ങനെ അടങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ലഹരി എനിക്ക് വളരെയധികം ഉണ്ടാകും. ബാപ്പ് ഹംകോ ഭി അപ്പനെ സാത്ത് കഹാ ലേ ജാ രഹേ ഹെ. ബാബ എന്നെയും ബാബയോടൊപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാപ്പ് തും ബച്ചോം കോ അക്കേല നഹി ഛോഡ്താ ഹെ. ബാബ കുട്ടികളാകുന്ന നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. ജോ ബാപ് കാ ഔർ തും ബച്ചോം കാ ഘർ ഹെ വഹാം പർ സാത്ത് മേ ഹി ലേക്കർ ജായെങ്കെ. ബാബയുടെയും അതേപോലെ കുട്ടികളുടെയും വീട്ടിലേക്ക് ബാബ ഒരുമിച്ച് തന്നെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോകും. ബാബ ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കില്ല. കൂടെ കൊണ്ടുപോകുക എന്നുള്ള ബാബയുടെ പ്രതിജ്ഞ ബാബ തീർച്ചയായിട്ടും നിറവേറ്റും. ഞാൻ മക്കളോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് ബാബ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സബ് ഇക്കട്ടാ ചലനെ ഹി ഹെ. എല്ലാവർക്കും ഒരുമിച്ചാണ് പോകേണ്ടത്. ആത്മാ സമച്ച് കർ ഫിർ ശരീർ മേ ആക്കർ കർമ്മ ഭി കർണ ഹെ. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ശരീരത്തിൽ വന്ന് പിന്നെ കർമ്മവും ചെയ്യണം. പരന്തു കർമ്മ കർത്തേ ഹുയേ ഭി ന്യാര ഔർ പ്യാര ഹോക്കർ രഹന ഹെ. എന്നാൽ കർമ്മം ചെയ്തുകൊണ്ടും എല്ലാത്തിൽ നിന്നും വേറിട്ടും ബാബയ്ക്ക് പ്രിയവുമായിരിക്കണം. ബാപ്പു ഭി തും ബച്ചോം കോ ദേഖ്തേ ഹെ. ബാബയും കുട്ടികളാകുന്ന നിങ്ങളെയാണ് കാണുന്നത്. ദേഖ്തേ ഹുയേ ഭി തോ ബാപ്പ് ന്യാര ഔർ പ്യാര ഹേന. എല്ലാം കണ്ടുകൊണ്ടും ബാബ എല്ലാത്തിൽ നിന്നും വേറിട്ടും ബാബയ്ക്ക് പ്രിയവുമാണല്ലോ. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാത്തിൽ നിന്നും വേറിട്ടും ബാബയ്ക്ക് പ്രിയവുമായിട്ടാണല്ലോ ബാബ ഇരിക്കുന്നത്, പ്രത്യേകിച്ചും ബ്രഹ്മ ബാബ ഇരുന്നത്. അപ്പം അതേപോലെ കുട്ടികളും ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ശിവബാബയുടെ ഓർമ്മയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണെങ്കിൽ എത്ര നല്ല ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. എല്ലാ രസങ്ങളുടെയും അനുഭവം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സെക്കൻഡും അത്രയും ഉണർവും ഉന്മേഷവും നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതം മറ്റു പലർക്കും ഒരു ഉദാഹരണമായി തീരുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആകാം എന്നുള്ള ശുഭവിശ്വാസത്തിൽ ബാബയുടെ മുരളി ഇവിടെ സമാപിക്കുകയാണ്. ഓം ശാന്തി.